ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ ലുട്ടു കണ്ണാടിയൊക്കെ വെച്ചിട്ട് പുറപ്പെട്ട് നിൽക്കണത് എങ്ങോട്ടാണ്. വേറെ എങ്ങോട്ടും അല്ല, നമ്മൾ ചെറുതുരുത്തി ഭാരതപ്പുഴയിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. നമ്മൾ മാത്രമല്ല, അവിടെ അടുത്തുള്ള ആളുകളൊക്കെ ഒരുവിധം വരാറുണ്ട്. അവിടെ പുഴയുടെ വക്കത്ത് വന്നിരിക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ ഞങ്ങളും ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്കൂട്ടിയിലാണ് പോയത്. ഒരു 5-5:30 ആകുമ്പോഴേക്കും ഞങ്ങളവിടെ എത്തിയപ്പോൾ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആളുകളൊക്കെ വരാൻ സമയമാവുന്നുള്ളൂ കേട്ടോ. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കാണ് പുഴയിൽ നിറയെ ആളുകളായിട്ടുണ്ടാവുക. ഇപ്പോൾ തിരക്ക് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ലുട്ടുവിന് ചെരുപ്പ് ഇട്ട് നടക്കുമ്പോൾ മണലുള്ളിൽ പോവാ പറഞ്ഞിട്ട് ചെരുപ്പ് ഊരിയിട്ട് അമ്മയുടെ കയ്യും പിടിച്ചിട്ട് പുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവന് വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാന്താണ്. വെള്ളത്തിൽ കളിച്ചാൽ പിന്നെ അവനെ തിരിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതേ മെല്ലെ പുഴയിലേക്ക് ഇറങ്ങി അമ്മമ്മയുടെ കയ്യും പിടിച്ച് നല്ല കുട്ടിയായിട്ട് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ ഇതൊന്നല്ല ഉണ്ടാവുക അവൻ്റെ സ്വഭാവം. കാരണം വെള്ളത്തിലേക്ക് ഇറങ്ങിയാൽ പിന്നെ കയറ്റാൻ ഭയങ്കര പാടാണ്. അപ്പോൾ കുറേ പേര് അവിടെ കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളത്തിൽ കണ്ടോ, ഒരു കുട്ടി നോക്കി, ആ കുട്ടിയുടെ മേത്തേക്ക് വെള്ളം അങ്ങനെ മുക്കി ഒഴിച്ചുകൊണ്ടിരിക്കുക. കുറേ കുട്ടികളെയൊന്നും അവരുടെ അച്ഛനമ്മമാർ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല കേട്ടോ. കുറേ എണ്ണം അവിടെ തെറ്റത്ത്. ഞാൻ ആദ്യം എന്താണോ വിചാരിച്ചു, പിന്നെ നോക്കിയപ്പോഴാണ് അതൊക്കെ മനുഷ്യന്മാരായിരുന്നു. അവരൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ പോയി മുങ്ങി കിടക്കുക. അധികം ആഴമൊന്നുമില്ല, പക്ഷെ എന്നാലും നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ലുട്ടു അമ്മമ്മയുടെ കൈയൊക്കെ വിട്ട് ഒറ്റയ്ക്ക് കളിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അവന് ഞാൻ പറഞ്ഞല്ലോ, വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ വീട്ടിലായാലും പൈപ്പ് തുറന്നാൽ പിന്നെ ഓഫാക്കാൻ സമ്മതിക്കില്ല. പിന്നെ കരച്ചിലായി പിച്ചിലായി അങ്ങനെയാണ്. അപ്പോൾ വെള്ളത്തിൽ കളിക്കാൻ മൂപ്പരാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ വീട്ടിൽ വെള്ളം കുറവായതുകൊണ്ട് അധികം അങ്ങോട്ട് കളിപ്പിക്കാറില്ല. അതുകൊണ്ട് ഇത്രയും അധികം വെള്ളം കാണുമ്പോൾ ഉള്ള സന്തോഷമാണ് ഇപ്പോൾ ആ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ നല്ലോണം വരാനായിട്ട് തുടങ്ങി കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ആളുകളുടെ തിരക്കായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ വന്നതിനേക്കാൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ കൂടുതൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ വരുമ്പോൾ ഇത്ര ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേറൊരു കുട്ടി വെള്ളത്തിൽ ഇരുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആളും വെള്ളത്തിലിരിപ്പായി. ഒരാൾ കാട്ടുന്ന കണ്ടാൽ പിന്നെ നമ്മൾ അതുപോലെ കാട്ടി നോക്കണമല്ലോ. പിന്നെ ഈ ഇരുന്ന ഇരിപ്പിൽ എണീപ്പിക്കാൻ പറ്റിയ പാട് ഞങ്ങൾക്കേ അറിയുള്ളൂ. ഭയങ്കര പാടുപെട്ടിട്ടാണ് പിന്നെ ആ വെള്ളത്തിൽ നിന്നൊന്ന് എണീപ്പിച്ച് കൊണ്ടുപോയത് കേട്ടോ. എന്തായാലും അവൻ ഹാപ്പി ആയിരുന്നു. അവൻ്റെ സന്തോഷമാണല്ലോ നമ്മുടെ ഈ സന്തോഷം. പിന്നെ ഒരു കണക്കിന് അവിടെ നിന്നൊക്കെ പൊക്കി ഡ്രസ്സ് വേറെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ അവിടെ നിന്ന് നൈസായിട്ട് ഐസ്ക്രീം മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീമിൻ്റെ അടുത്തേക്ക് പോകുന്ന പോക്കാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അവൻ ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അധികമൊന്നും കൊടുക്കാറില്ല. കൂടുതലും അവനെ പറ്റിച്ചിട്ട് ഞാനാണ് കഴിക്കാറ്. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ക്യൂട്ട് പപ്പീനെ കണ്ടു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.